മീഖ പ്രവചനം 7-ാം അധ്യായം 7-ാം വാക്യം ഒടുവിലത്തെ ഭാഗം. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും ശക്തിയുള്ള ആയുധമാണ്. ലോകത്തിലെ ഏറ്റവും അധികാരവും സ്വാധീനവുമുള്ള രാഷ്ട്രത്തലവന്മാർക്കും ഏറ്റവും ശക്തമായ സൈന്യങ്ങൾക്കും അവരുടെ ആയുധങ്ങൾക്കും അസാധ്യമായത് ചെയ്യുവാൻ കഴിയുന്നതാണ് പ്രാർത്ഥന. നിരവധി ചരിത്ര സംഭവങ്ങൾ ബൈബിളിൽ പ്രാർത്ഥനയുടെ ഫലമായി സംഭവിച്ചത് നാം വായിക്കുന്നു. അത് നമ്മിൽ പ്രാർത്ഥിക്കാനുള്ള പ്രചോദനവും പ്രാർത്ഥനയുടെ ഫലത്തെക്കുറിച്ചുള്ള വിശ്വാസവും വർദ്ധിക്കുന്നതിന് സഹായകമാകുന്നു. പ്രാർത്ഥന ഒരു ചടങ്ങാകരുത്. വിശ്വാസത്തോടെയും മടുപ്പില്ലാതെയും പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചു. പ്രാർത്ഥിച്ച വ്യക്തിക്ക് ഏറ്റവും നല്ല ഉദാഹരണം യേശുവാണ്. പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ എന്ന് യേശുവിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ വായിക്കുന്നു. അതായത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയും ദൈവവും തമ്മിൽ ആഴമായ, ശക്തമായ, യഥാർത്ഥമായ ബന്ധം ഉണ്ടായിരിക്കണം. ഇവിടെ മീഖ പറയുമ്പോൾ അത് എൻ്റെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ തെളിവാണ് അത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കേൾക്കും എന്നും ഏറ്റവും നല്ല ഉത്തരം നൽകുമെന്നും ഉള്ള ഉറപ്പ് ഉണ്ടായിരിക്കുവാൻ ഈ ബന്ധം ആവശ്യമാണ്. യേശു മുഖാന്തരം നാം ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരായി. അതേസമയം നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവം മക്കളായ നമ്മിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ അത് ആഴമായി ഉറപ്പിക്കപ്പെടുകയാണ്. ദൈവം എൻ്റെ പ്രാർത്ഥന ഉറപ്പായും കേൾക്കുകയും ഞാൻ ദൈവപ്രവൃത്തി കാണുകയും ചെയ്യും എന്ന് നമുക്കും വിശ്വസിക്കാം. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.